H-1B വിസ ഫീസ് കുത്തനെ കൂട്ടിയതിന് പിന്നാലെ യുഎസിൽ പഠിച്ചിറങ്ങുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങി അവിടെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് $1,00,000 ഫീസ് ചുമത്താനാണ് സർക്കാരിന്റെ നീക്കമെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. യുഎസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ സജീവ പരിഗണനയിലാണ് നിലവിൽ ഈ ശുപാർശയുള്ളത്. യുഎസിൽ ബിരുദം പൂർത്തിയാക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വർക്ക് വിസയില്ലാതെ തന്നെ ഒരു വർഷം രാജ്യത്ത് തൊഴിൽ ചെയ്യാൻ അനുമതി നൽകുന്ന പ്രോഗ്രാമാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് 2 വർഷം കൂടി അധികമായി ജോലി ചെയ്യാൻ OPD അനുവാദം നൽകുന്നുണ്ട്. 2024-25 അക്കാദമിക് വർഷത്തിൽ 3.63 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യുഎസിൽ എത്തിയത്. ചൈനയെ പോലും പിന്തള്ളി റെക്കോർഡ് നേട്ടമായിരുന്നു ഇത്. പഠിച്ചിറങ്ങുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ 40% പേരും OPD വഴിയാണ് തൊഴിൽ രംഗത്തേക്ക് കടക്കുന്നത്. അതിനാൽ പുതിയ നിർദ്ദേശം നടപ്പിലായാൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുക മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇന്ത്യക്കായിരിക്കും. നേരത്തെ താൽക്കാലിക തൊഴിൽ വിസയായ H-1B വിസയ്ക്ക് ട്രംപ് ഭരണകൂടം ഫീസ് കുത്തനെ ഉയർത്തിയത് വിദേശ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രഹരമായിരുന്നു. H-1B ഫീസ് വർധന നിലവിൽ ഫെഡറൽ കോടതി തടഞ്ഞിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികളുടെ OPD പ്രോഗ്രാമിനുമേലും പണം ഈടാക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത്. അതേസമയം OPD പ്രോഗ്രാം പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പഠനത്തിന് ശേഷം രാജ്യത്ത് അനധികൃതമായി തുടരാൻ ഇത് കാരണമാകുന്നുണ്ടെന്നും മുൻപും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നിലവിലെ പുതിയ ശുപാർശയെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.